കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്ക് കിഴക്കൻ അറബിക്കടലിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കൂടി വടക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങി മധ്യകിഴക്കൻ അറബിക്കടലിലേക്ക് എത്താൻ സാധ്യത. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, വിശദാംശങ്ങൾ. അന്നബർ ഇനി വരുന്ന 5 ദിവസത്തേക്ക് ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നതെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നിപ്പോൾ 5 അടുത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ശേഷം തീവ്ര ന്യൂനമർദ്ദ സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. കാരണം ന്യൂനമർദ്ദം ഇപ്പോൾ അറബിക്കടലിൽ കാണപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ തീവ്ര ന്യൂനമർദ്ദമായി 24 മണിക്കൂറിനുള്ളിൽ മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അതേപോലെ മത്സ്യബന്ധനത്തിന് വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി നദീതീരങ്ങളുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നദികളിൽ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിൻ്റെ പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. എന്തായാലും വരുന്ന 5 ദിവസത്തേക്ക് അതിശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നത്. നാളെയും അലേർട്ടുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. നാളെയും 5 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും അതുപോലെ 4 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത്. തുടർന്നുള്ള 5 ദിവസത്തേക്കും ഇതുപോലെ തന്നെ ശക്തിയായ രീതിയിൽ മഴ പെയ്തേക്കാമെന്നുള്ളൊരു ഇടിയോടുകൂടിയ മഴ പെയ്തേക്കാമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇപ്പോൾ ഒരു മങ്ങിയ കാലാവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിലും വരും മണിക്കൂറിൽ അലേർട്ടുകൾ മാറാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അടുത്ത 3 മണിക്കൂറിൽ ശക്തിയായ ഇടിയോടുകൂടിയ മഴയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.